നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായക ദിനം. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. മുൻകൂർ ജാമ്യം റദ്ദാക്കുമോ ഇല്ലയോ എന്നതാണ് നിലവിൽ ഉയർന്ന ചോദ്യം. ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ രാഹുലിന് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കാരണം രാഹുൽ വാട്സാപ്പ് കോൾ ചെയ്തു, ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നതടക്കമുള്ള ആരോപണം ഉന്നയിച്ചാണ് രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി പെൺകുട്ടി കോടതിയെ സമീപിച്ചത്. യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ഹർജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമെന്നാണ് പരാതി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി പരിഗണിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ വാട്സാപ്പ് കോളിലൂടെ ബന്ധപ്പെട്ടെന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം. സാക്ഷികളെയോ പരാതിക്കാരെയോ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത് എന്നിരിക്കവെയാണ് ഇത്തരത്തിലൊരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ രാഹുൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായും യുവതി പോലീസിന് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതിഭാഗം സമർപ്പിക്കുന്ന സത്യവാങ്മൂലം പരിശോധിച്ച ശേഷം കോടതി വാദം കേൾക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനോടകം തന്നെ 2 പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റായ രാഹുലിനെതിരെയുള്ള പീഡന പരാതികൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം, അത്തരത്തിൽ രാഷ്ട്രീയ ആയുധം തരത്തിലേക്കൊക്കെ നീങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ മറുപടി നൽകുന്നതിന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇരയുടെ വ്യക്തിവിവരം സംബന്ധിച്ച രഹസ്യം സൂക്ഷിക്കണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിരുന്നു. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചപ്പോഴാണ് രാഹുൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടത്. ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം നടത്തിയെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷയിൽ വാദം കേൾക്കുന്നത് കോടതി മാറ്റി. ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യത്തിന് തർക്കം എഴുതി സമർപ്പിക്കണമെന്നും അതിനായി സമയം വേണമെന്നുമുള്ള പ്രതിഭാഗ ആവശ്യത്തെ തുടർന്നാണ് അപേക്ഷ കോടതി മാറ്റിയത്. രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്തമംഗൽ അജിത് ഹാജരായാണ് ഈ ആവശ്യവും വാദം പറയാൻ കൂടുതൽ സമയം തേടിയത്. അതനുസരിച്ച് സമയം നൽകിയിരുന്നു. എന്തായാലും ഇന്ന് കോടതി കേസ് പരിഗണിക്കുകയാണ്. ബലാത്സംഗം ഉൾപ്പെടെ കുറ്റം ചുമത്തിയുള്ള കേസായതിനാൽ ഇരയുടെ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ പ്രതിഭാഗത്തിന് നൽകിയതിന് രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. ഇരുഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കേട്ട ശേഷമാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ ഇന്ന് മാറ്റിയത്. എന്തായാലും ഇന്ന് വാദം കേൾക്കുന്നു. അത്തരത്തിൽ ജാമ്യ ഹർജി തള്ളപ്പെടുമോ എന്നതൊരു ചോദ്യം തന്നെയാണ്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നേയാണ് കേസ് പരിഗണിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യമൊക്കെ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എടുത്തു ചാടിയെടുത്ത ഒരു തീരുമാനമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ശക്തമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമാകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് മലയാളി വാർത്തയോട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചറാണ്. അദ്ദേഹം ഒരു ആവേശം പടർത്തും എന്നുള്ളത് വ്യക്തമാണ്. ഇനി ആ പേര് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ വലുതായിട്ടൊന്നും സ്കോപ്പില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് മറ്റൊരു കേസ്, അംഗവൈകല്യം, അതായത് ബദിരനും മൂകനുമായിട്ടുള്ള ഒരു പ്രായമാകാത്ത കുട്ടിയെ ബലാത്സംഗം ചെയ്യാനായിട്ട് സഫ്ന എന്നാണ് ആ കുട്ടിയുടെ പേര്. പരി പറയാൻ കാരണം അവളല്ല, അവളെ വേട്ടയാടി, ആ പയ്യനെ വേട്ടയാടി അതിന് വഴങ്ങാതിരുന്നപ്പോൾ 4-5 പേരെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ, അംഗവൈകല്യമുള്ളവനെ, ഊമയും ബദിരനുമായിട്ടുള്ള അവനെ തല്ലി നാശമാക്കി നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് കൂസലും ധിക്കാരവും ഇല്ലാതെ ആളുകളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് അവള് പെരുമാറുന്ന പെരുമാറ്റം, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നീതി തേടുന്ന സീതുമാരല്ല മറുവശത്തുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ഈ അവസരം ഉപയോഗിക്കാം. ഇരകളാവുന്ന പല പുരുഷന്മാരും ഉണ്ട് ഇതുപോലെ ആരോപണങ്ങൾ കൊണ്ടും അല്ല നേരിട്ടുള്ള നമ്മൾ ഈ കണ്ട സഫനയുടെ കാര്യത്തിൽ എന്ന പോലെയുള്ള ആക്രമണങ്ങൾ കൊണ്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു വശം കൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. രാഹുൽ ഈശ്വർ ഇത് പറയുന്നുണ്ട്, ഒറ്റപ്പെട്ട ശബ്ദമാണ്. പക്ഷെ ലോകമൊട്ടാകെ ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ പരുവപ്പെട്ട് വരുന്നുമുണ്ട്. കാരണം ആ തരത്തിൽ ഒരു ഹോർമോണലായിട്ടുള്ള ഒരു ഈക്വാലിറ്റി ആണുങ്ങളും തമ്മിൽ ഇല്ല എന്നുള്ള ഒരു വ്യത്യാസവും കൂടി നിലനിൽക്കുന്നുണ്ട്. ആ അവസരത്തിൽ പോലും സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളും പരസ്യമായിട്ട് തന്നെ അതിലൊരു കൂസലുമില്ലാതെ, ഒരു കുറ്റബോധവുമില്ലാതെ, പശ്ചാത്താപവുമില്ലാതെ പെരുമാറുന്ന ആൾക്കാരും ഉണ്ടെന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും
രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്ഥാനമുണ്ട്. വരെ വി.ഡി. സതീശൻ എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാനുള്ള തീരുമാനമല്ല, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കേണ്ടത്. അയാൾ ചുമ്മാതെ എന്റെ ബോധ്യങ്ങളെന്ന് പറഞ്ഞ് പത്രക്കാർ കുറെ പേര് കൈകൊട്ടി എന്ന് പറഞ്ഞിട്ട് അത് വളരെ തെറ്റായ നടപടിയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, അതിന്റെ തീരുമാനങ്ങൾ അല്ല ഡയലോഗ്സ് അല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ഡയലോഗ്സ് എന്ന് പറയുന്ന പോലെ ഡയലോഗ്സ് അല്ല, അത് ഒരു പ്രസ്ഥാനമാണ്, അത് സംശയമില്ലാത്ത കാര്യം. അതാണ് വി.ഡി. സതീശന്റെ മണ്ഡലത്തിൽ നിന്ന് പോലും AICC അംഗമായിട്ടുള്ള സ്ത്രീ കോൺഗ്രസ് വിട്ടുപോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ണിൽ നിന്ന് കാൽ കീഴിൽ നിന്ന് മണ്ണ് ചോർന്നു പോയില്ല. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ കാലഘട്ടം. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില് തീർച്ചയായിട്ടും ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് തന്നെയാണ്. പക്ഷെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ അദ്ദേഹം പറ്റിയ തെറ്റിന് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം, പശ്ചാത്തപിക്കണം. അല്ല ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. തെറ്റ് പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം, കാരണം ഈ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചില്ല. പക്ഷേ ഈ സമ്പർക്കം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് തെറ്റ്. ആ സമ്പർക്കം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പൊതുപ്രവർത്തകനാണ് അദ്ദേഹം, ആ പൊതുപ്രവർത്തകൻ തന്നെയാണ്, ഒരു സംശയമില്ല. പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആൾ അഭിനയിച്ച് കാണിച്ചത് അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. ഇതൊക്കെ സ്കോർ ചെയ്യാൻ രാഹുലിന്റെ അതിനെക്കുറിച്ചുള്ളൊരു കമന്റ് തന്നെ വളരെ കൗതുകമാണ്. KSUക്കാരുടെ മുദ്രാവാക്യം കൊണ്ട് കഴുത്തിന് പരിക്കേറ്റ മന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്സാമർത്ഥ്യത്തിന് വളരെ വലിയൊരു ഉദാഹരണമാണ്. ആ വാക്സാമർത്ഥ്യമൊക്കെ ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം കിട്ടാൻ വേണ്ടിയിട്ട്. പിണറായി വിജയനെ നേരിടണമെങ്കിൽ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി മത്സരിക്കുന്ന രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അല്ലെങ്കിൽ വി.ഡി. സതീശനോ പോരാ. ഈ ഒരു യുവരക്തം അതിന്റെ ഒരു തിളപ്പ് ആവശ്യമാണ്. അത് തെറ്റുതിരുത്തി അദ്ദേഹത്തെ ശുദ്ധനാക്കി കോൺഗ്രസ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് V.K. ശ്രീകണ്ഠൻ. അദ്ദേഹത്തിന് അറിയാം പാലക്കാട്ട് പിന്നെ അടിയുറപ്പ് ആരുടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ. അതുകൊണ്ടാണ് അദ്ദേഹം കണ്ടത് ഒരു ഇനിയും അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇനി മാറ്റി നിർത്തുമോ എന്നെനിക്കറിയില്ല. കോൺഗ്രസ് ഇപ്പൊ എന്തായാലും പല വഴിക്കാണ് സഞ്ചരിക്കുന്നത്. അതിനൊരു ദിശാബോധമില്ല, അതിനൊരു വ്യക്തതയില്ല. അത് പിണറായി വിജയൻ വിജയിക്കാൻ മാത്രമേ അതിന്റെ ഇത്തരം നിലപാടുകൾ സഹായിക്കൂ എന്നുമാണ് മനസ്സിലാവുന്നത്. അപ്പോ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊന്നും ഈ ഇപ്പോഴത്തെ സർക്കാരിൽ അല്ലെങ്കിൽ പിണറായിയെ നേരിടാൻ മുതിർന്ന നേതാക്കൾക്ക് അവർ പോരാ എന്നാണോ, അതോ യുവ നേതാക്കൾ തന്നെ ഇറങ്ങണം എന്നാണോ? എന്താണ് ഒരു വ്യക്തമായ ഒരു യുവരക്തം വേണം. ഏത് കാര്യത്തിലായാലും യുവരക്തത്തിന്റെ ഒരു പങ്ക് വേണം. അതിലേറ്റവും പാർട്ടിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് വേറൊരു കാര്യം. വ്യക്തിത്വം എന്ന് പറയുന്നത് ഒന്നും, രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊന്നും. അപ്പൊ രാഷ്ട്രീയത്തിൽ അതിന് പറ്റിയ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് നമ്മുടെ റീഡിങ്. അദ്ദേഹം ചെയ്ത തെറ്റുകൾ അതിന് അദ്ദേഹം പശ്ചാത്താപം പ്രായശ്ചിത്തം ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, അതിന് ഒരു തരത്തിലും വ്യക്തി എന്നുള്ള നിലയിൽ ന്യായീകരിക്കുന്നില്ല. അത് വലിയ അപരാധം തന്നെയാണ് ചെയ്തത്. പിന്നെ ഇല്ലാത്ത പ്രചാരണങ്ങളുണ്ട്. കോൺഗ്രസ്സുകാരിൽ പലരും പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞു എന്ന് ആരോപിക്കപ്പെട്ട ആളുകാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒറ്റ ചങ്ങാതിമാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് പറഞ്ഞു. ഇതൊക്കെ ചുമ്മാതെ വെറുതെ പോകാമറ സൃഷ്ടിച്ച് ഇയാളെ എന്തിനാണ് മാറ്റി നിർത്തിയത്? ഇയാൾ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളല്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല.